കുട്ടികളുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകുന്നുണ്ട് അല്ലേ. അതായത് കുറേ മക്കളാണെങ്കിലും നമ്മൾ ലൈവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുമ്പോൾ മിസ് അത് ഞാൻ നന്നായിട്ട് പഠിച്ചതായിരുന്നു പക്ഷെ മറന്നുപോയി. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് കഴിക്കാനും അല്ലേ പല സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു പൊട്ടയായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾക്ക് ഈ മറന്നു പോകാതിരിക്കാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ബൈ ഹാർട്ട് ലേണിംഗ് ആണോ ചെയ്യുന്നത് അതോ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് എൻ്റെ മക്കൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ബൈ ഹാർട്ട് ലേണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിത്തിൻ 2 or 3 days നമ്മൾ മറന്നുപോകും. ഓക്കെ, അപ്പം ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ബൈ ഹാർട്ട് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ കോൺസെപ്റ്റ് ലേണിങ്ങിലേക്ക് വരാം. ഓക്കെ, കോൺസെപ്റ്റിൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറന്നു പോകാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇത്രയും അത് മെമ്മറി ഉണ്ടാവും എന്ന് കരുതാം. വിത്തിൻ 2 or 3 days നമ്മളത് ഇത്ര മറന്നിട്ടുണ്ടാവും, ഇത്രയും ഭാഗം നമ്മൾ മറന്നിട്ടുണ്ടാവും, ഇത്ര മാത്രമേ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് അതിനും കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോയി ഇത്ര മാത്രമേ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ഇതൊരു റിയാലിറ്റിയാണ്, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാനിപ്പോൾ എന്താ ചെയ്യാം, അതായത് ഫസ്റ്റ് ഡേ പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫുൾ ഓർമ്മയുണ്ടായിരുന്നു, സെക്കൻഡ് ഡേ നമുക്ക് അല്ലെങ്കിൽ 2 or 3 days ശേഷം ഇത്ര മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒരു 4 or 5 days കഴിയുമ്പോൾ നമുക്ക് അതിലും കുറച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്, നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 2 or 3 days എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്ന സമയത്ത് വെറുതെ നോട്ട് ഇങ്ങനെ വായിച്ച് പോകാതെ എന്ത് ചെയ്യാം, ആ പഠിച്ച കാര്യങ്ങളൊന്നെങ്കിൽ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് അത് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി നോക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക. അങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പഠിച്ചത് ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളുടെ മെമ്മറി കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം. ഓക്കെ, ഇത് നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ആൽഫ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടാണ് പഠിക്കുക. അപ്പം നമുക്ക് എന്താണ് അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പാർട്ടായിട്ട് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് പോർഷൻ പഠിച്ചു. ഓക്കെ, അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ നോട്ട്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് ഒന്ന് വായിച്ചിട്ടായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ദിവസം വായിക്കാൻ നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഒരു 2 or 3 days അതെന്ത് വരും, അതിൻ്റെ പാർട്ട് 2 വരും. അപ്പോൾ പാർട്ട് 2 വരുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, ആ പാർട്ട് 1 ഒന്ന് വായിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓർത്തെടുത്തിട്ടോ ആണ് വരിക. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്നുള്ളതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും ആ പോയ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാം. പിന്നെ നമ്മൾ പാർട്ട് 3 വരുമ്പം ആ 2 ക്ലാസ്സിലും മുന്നത്തെ 2 ക്ലാസ്സിലും കഴിഞ്ഞത് എന്താണ് അത് നമ്മൾ വീണ്ടും റീകോൾ ചെയ്യാണ്. അതിനുശേഷമാണ് ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യം കിട്ടി. രണ്ടാമതായിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാനുള്ള ഒരു റിവിഷനും റീകോളിങ്ങും കിട്ടി. അതിനുശേഷം നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം, നീ പഠിച്ചത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ഷീറ്റുകൾ തരുന്നത്. ആ വർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പഠിച്ചത് കറക്റ്റ് ഡയറക്ഷനിലാണോ. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യം, അതായത് മറന്നു പോകാനുള്ള ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഈ 2999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇവിടെ ഒരു നമ്പർ ഇങ്ങനെ ഓടി പോകുന്നുണ്ടാവും, 7592092021 ഉണ്ട്, 7592092022 ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നുണ്ട് എൻഷുർ ചെയ്യുക. ഓക്കെ.